ബഹുമാനപ്പെട്ട ശ്രീ സുദേശം രഘു, ശ്രീ വി കെ സമദ്, ശ്രീ ബേസിൽ മൂക്കത്ത, ശ്രീ ബാബുരാജ്, കെ ബാബുരാജ്, സഹോദരി സഹോദരന്മാരെ, ആദ്യമായി എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ കുറച്ച് വൈകി എത്തിയതിന് ക്ഷമിക്കണം. വഴിയിൽ വരുന്ന വഴിക്ക് കുറച്ച് താമസമുണ്ടായി, അതുകൊണ്ടാണ് വൈകി എത്തിയത്. ഞാൻ ഇവിടെ വന്ന് ഈ വളരെ സുപ്രധാനമായ വിഷയത്തെക്കുറിച്ച് സംവാദം നടത്താൻ എനിക്ക് അവസരം തന്ന സാഹോദര്യ പ്രസ്ഥാനത്തോട് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തട്ടെ. ഇത്രയും ക്ഷമയോടുകൂടി ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്ന സദസ്സിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വിഷയം പൗരത്വ നിയമം NRC CAA വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഇതിനെങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്ന് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പലയിടത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന മാസങ്ങളിലും വർഷങ്ങളിലും ഇതിൻ്റെ വലിയൊരു വെല്ലുവിളി ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും വളരെ സൂക്ഷ്മമായി പ്രതികരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ ആദ്യം അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇമ്പാക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു പ്രാക്ടിക്കൽ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ മുതൽ തുടങ്ങി നമ്മൾ ഒരു ബിഗർ പിക്ചറിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ ഈ എൻ്റെ വാക്കുകളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ഈ NRC CAA എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങേണ്ടത് ആദ്യം ആസാമിൽ ഒരു നാരറ്റീവ് തുടങ്ങുന്നു. കുറച്ച് വർഷങ്ങളായി ബംഗ്ലാദേശിൽ നിന്നും ഒരു വലിയ നുഴഞ്ഞുകയറ്റം ഇന്ത്യയിലേക്ക് ഉണ്ടാകുന്നു എന്നൊരു നാരറ്റീവ് തുടങ്ങുന്നു. അപ്പോൾ അത് തന്നെ ഇൻഫിൽട്രേഷൻ എന്നുള്ളൊരു വാക്കാണ്. റെഫ്യൂജി ഫ്ലോ എന്നോ ഒരു മൈഗ്രേഷൻ എന്നോ അല്ല പറയുന്നത്, ഇൻഫിൽട്രേഷൻ എന്നാണ്. അപ്പോൾ അത് തന്നെ ഒരു വളരെ കെയർഫുള്ളി ചൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ആ ഇൻഫിൽട്രേഷൻ നടക്കുന്നു എന്നുള്ളൊരു നാരറ്റീവ് പതുക്കെ ബിൽഡപ്പ് ചെയ്തു. അതിൻ്റെ ബേസിസിലൊരു രാഷ്ട്രീയം ഉടലെടുക്കുന്നു ആസാമിൽ. ഈ ആസാം അക്കോർഡിൻ്റെ ഭാഗമായിട്ട് ഒരു ഇല്ലീഗൽ ഇമിഗ്രൻസിനെ, ഇൻഫിൽട്രേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ഇല്ലീഗൽ മൈഗ്രൻസ് ഉണ്ടെന്നും അവരെ പുറന്തള്ളണം എന്നുമുള്ളൊരു നാരറ്റീവ് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുവേണ്ടി ഒരു സിറ്റിസൺസ് രജിസ്ട്രി ഉണ്ടാക്കണം. ആരാണ് ഇല്ലീഗൽ, ആരാണ് ജെനുവിൻ ഇന്ത്യൻ എന്ന് കണ്ടുപിടിക്കണം എന്നും ഒരു വലിയ ഡിമാൻഡ് വരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് NRC നടത്തുന്നു. അതിൽ അന്ന് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ആസാമിൽ നിന്നുള്ള ഒരു ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജ്, അദ്ദേഹം അതിൽ ഒരു ആക്റ്റീവ്, അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ വരുന്നു. അദ്ദേഹം ഒരു ആക്റ്റീവ് റോൾ എടുത്ത് ഇതിനെ നടപ്പിലാക്കണം എന്നൊരു സുപ്രീം കോടതിയും ഇടപെട്ട് നടപ്പിലാക്കിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം സുപ്രീം കോടതി റിട്ടയർ ചെയ്തിട്ട് BJP സർക്കാർ നോമിനേറ്റ് ചെയ്ത ഒരു മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ പക്ഷെ ഇത് നടന്നു കഴിഞ്ഞപ്പോൾ വളരെ അപ്രതീക്ഷിതമായി ഈ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത കൂട്ടത്തിൽ അവർ പ്രതീക്ഷിച്ചത് എല്ലാവരും മുസ്ലിംസ് ആയിരിക്കും എന്നാണ്.
മുസ്ലിംസിനിടയിൽ നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചു, രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ കുടുംബത്തിന് പോലും ഒരു നിരീക്ഷണത്തിൽ കൊണ്ടുവന്ന് അവർ ഇന്ത്യൻസ് ആണോ അല്ലയോ എന്ന് ചോദ്യം ചെയ്തു എന്ന് പത്രത്തിൽ വാർത്തകളൊക്കെ വന്നു. പക്ഷെ അപ്രതീക്ഷിതമായി നോക്കിയപ്പോൾ മുസ്ലിംസ് മാത്രമല്ലായിരുന്നു, വലിയ തോതിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു ഈ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്ന കൂട്ടത്തിൽ. അപ്പം അന്ന് നിലവിലുള്ള ഒരു നിയമം അനുസരിച്ച് ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ തുടരാൻ പറ്റില്ല, ഉടനെ അറസ്റ്റ് ചെയ്ത് ഡിറ്റൻഷൻ ക്യാമ്പിലാക്കും. ഇല്ലീഗൽ മൈഗ്രൻ്റ് എന്ന് വെച്ചാൽ ഇന്ത്യൻ അല്ല, മറ്റൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടോ ആ പാസ്പോർട്ടിൽ കൊടുത്ത വീസയോ ഇല്ലാത്ത ആൾക്കാരാണ് ഇല്ലീഗൽ മൈഗ്രൻസ്. ഇന്ത്യൻ പൗരനുമല്ല, മറ്റൊരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടും അതിൽ വേണ്ട വീസയും ഇല്ലാത്ത ആൾക്കാരാണ് ഇല്ലീഗൽ മൈഗ്രൻസ്. അപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് ആ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നെങ്കിൽ കുറേ മുസ്ലിംസിനെ മാത്രമല്ല കുറേ ഹിന്ദുസിനെയും പുറന്തള്ളേണ്ടി വരും എന്നുള്ളൊരു പരിസ്ഥിതി ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ഡിമാൻഡ് വരുന്നു. അപ്പോൾ പെട്ടെന്ന് NRCയുടെ ഒരു കുറച്ചുകൂടെ സങ്കീർണമായി. മറ്റേത് വെറുതെ ഇത് ഇൻഫിൽട്രേഷൻ വലിയ തോതിലുണ്ടാകുന്നു. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മുസ്ലിംസാണ്, അവരെ ഐഡൻറ്റിഫൈ ചെയ്യണം, അവരെ തിരിച്ചയക്കണം എന്നൊക്കെയുള്ളൊരു ഡിമാൻഡ് വന്നപ്പോൾ അപ്രതീക്ഷിതമായി വരുന്നത് എന്താണ്, ആ ബംഗ്ലാദേശിൽ നിന്ന് കുറേ ഹിന്ദുക്കളും വന്നിരിക്കുകയാണ്. അവരെ ഇങ്ങനെ തിരിച്ചയക്കും. അപ്പം അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബിൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വരുന്നത്. ആ ആക്ടിൽ 3 രാജ്യങ്ങളിൽ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, അവിടെ നിന്ന് വരുന്ന 6 മതങ്ങളിൽപ്പെടുന്ന ഇല്ലീഗൽ മൈഗ്രൻസ്, 2014 മുമ്പ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനെ സിറ്റിസൺഷിപ്പ് കൊടുക്കാനുള്ള ഒരു നിയമം കൊണ്ടുവരുന്നു. ഹിന്ദു, ക്രിസ്ത്യൻ, പാർസി, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, ഈ മതങ്ങളാണ്. ഈ മതങ്ങളിൽപ്പെട്ട ഇല്ലീഗൽ മൈഗ്രൻസിനെ സിറ്റിസൺഷിപ്പ് കൊടുക്കാം എന്നുള്ള നിയമമാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ പരിണാമം എന്താണ്, ഈ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള മുസ്ലിംസിനെ മാത്രം വേർതിരിച്ച്, മുസ്ലിംസിനല്ല ഈ 6 മതങ്ങളിൽ പെടാത്തവരെ, പക്ഷെ മുസ്ലിംസിനെ വേർതിരിച്ച് അവരെ ഇല്ലീഗൽ മൈഗ്രൻസ് ആക്കി തന്നെ വെച്ച് അവരെ ഡിറ്റൻഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി പുറന്തള്ളും. അതിൻ്റെ എതിരെയാണ് ഒരു റിയാക്ഷൻ നമ്മൾ ഈ കോവിഡിന് തൊട്ട് മുമ്പ് കണ്ടത്. ഇതിൻ്റെ എതിരെ ഇങ്ങനത്തെ വലിയൊരു റിയാക്ഷൻ എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇത് ഉണ്ടാകുന്നതിൻ്റെ കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ വന്ന ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള കുറേ മുസ്ലിംസിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ഇന്ത്യയുടെ അടിസ്ഥാന സ്വഭാവത്തിനെ മാറ്റുകയാണ് ഈ നിയമം. അന്താരാഷ്ട്ര നിയമം അനുസരിച്ച്, ഇൻ്റർനാഷണൽ ലോ അനുസരിച്ച് പീഡിപ്പിക്കപ്പെട്ട ഒരാൾ മറ്റൊരു രാജ്യത്തിൽ പോയി അഭയം തേടിയാൽ അഭയം കൊടുക്കണം, തിരിച്ചയക്കരുത് എന്നുള്ളൊരു നിയമമുണ്ട്. അതൊരു ഹ്യൂമാനിറ്റേറിയൻ ലോ ആണ്, ഹ്യൂമൻ റൈറ്റ് ആണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഒരു മനുഷ്യൻ പീഡനത്തിൽ നിന്നും അഭയം തേടി മറ്റൊരു ഏത് സ്ഥലത്തേക്ക് പോയാലും അവിടെ സാഹോദര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി സ്വീകരിക്കപ്പെടണം, അക്സെപ്റ്റ് ചെയ്യണം, ജാതി ഏതായാലും മതം ഏതായാലും എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ്. തിരിച്ചയക്കാൻ പാടില്ല എന്നാണ് അന്താരാഷ്ട്ര നിയമം പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ തന്നെ തുടക്കത്തിൽ ഒരു ഉദാരമായ ഒരു സങ്കല്പമായിരുന്നു പൗരത്വത്തിനെ കുറിച്ച്. ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാവരും ഇന്ത്യൻ പൗരന്മാരായിരുന്നു നമ്മുടെ ഭരണഘടന തുടങ്ങുന്ന സമയത്ത്. അച്ഛനായ ആരായാലും അമ്മ ആരായാലും ഇന്ത്യയിൽ ജനിച്ചാൽ മതം ഏതായാലും ജാതി ഏതായാലും എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. പൗരന്മാർ, സിറ്റിസൺസ് എന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൽ
എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക അധികാരങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് സിറ്റിസൺ. പണ്ട് നമുക്കറിയാം, ഈ റോമിലൊക്കെ അവിടുത്തെ റോമൻസിന് മാത്രമേ ഫുൾ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതില്ലാത്തവർ അടിമകളായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവർക്കും, ഇവിടെ ജനിക്കുന്ന എല്ലാവർക്കും ജാതി മത ഭേദമില്ലാതെ അച്ഛനാരായാലും അമ്മയായാലും ഇന്ത്യയിൽ ജനിച്ചു. ഇന്ന് അമേരിക്കയിലും അതാണ് നിയമം. അവിടെ ജനിക്കുന്ന ആൾക്കാർക്ക് പൗരത്വം കൊടുക്കുന്നു. ക്രമേണ അത് മാറ്റി അച്ഛനോ അമ്മയോ ഏതെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നു. പിന്നെ അത് പറഞ്ഞു അത് മാത്രം പോരാ, അച്ഛനോ അമ്മയോ പൗരനാണെങ്കിൽ മറ്റേ പേരൻറ്റ് ഒരു ഇല്ലീഗൽ മൈഗ്രൻ്റ് ആകരുത് എന്നൊരു നിയമം കൊണ്ടുവന്നു. അങ്ങനെ ടൈറ്റൻ ചെയ്തു. ബാബാ സാഹേബ് അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഭരണഘടനയിൽ ഒരു 4-5 മൗലിക അധികാരങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ മൗലിക അധികാരങ്ങളും എല്ലാ മനുഷ്യർക്കും അവൈലബിൾ. ഓൾ പേഴ്സൺസ്, എല്ലാ മനുഷ്യർക്കും അവൈലബിൾ ആണ്. അപ്പോൾ മനുഷ്യനെയാണ് നമ്മൾ സുപ്രധാനമായി കാണേണ്ടത്. പൗരത്വം രാഷ്ട്രീയമായി, സാമ്പത്തികമായി ഇവിടുത്തെ ജനതയിൽ, ഈ ഒരു ജനതയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വോട്ടിംഗ് റൈറ്റ്സും റെസിഡൻസ് റൈറ്റ്സും അങ്ങനെ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉള്ള ഒരു ജനസമൂഹമായി നമ്മൾ കാണുമ്പോൾ തന്നെയും ഈ രാജ്യത്ത് നമ്മുടെ മൗലിക അധികാരങ്ങൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ കൊടുക്കണം എന്നുള്ളൊരു സങ്കല്പമാണ് ബാബാ സാഹേബ് അംബേദ്കർ നമ്മുടെ ഭരണഘടനയിലുണ്ടായത്. സിറ്റിസൺ നോൺ സിറ്റിസൺ തമ്മിൽ വിഭജനം വളരെ മിനിമൈസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സങ്കല്പമാണ് കൊടുത്തത്. അതിൽ നിന്നും നമ്മൾ സിറ്റിസൺഷിപ്പിനെ നാരോ ചെയ്യുകയും ക്രമേണ ഈ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ആൾക്കാരെതിരെ ശക്തമായി ഇവരെ പുറന്തള്ളണം എന്നും ഉള്ളൊരു രാഷ്ട്രീയം ഉടലെടുത്തു. NRC ആസാമിൽ കൊണ്ടുവന്നത് അവിടെ ആരാണ് പൗരൻ, ആരാണ് ഇല്ലീഗൽ ഇമിഗ്രൻറ്റ് എന്നുള്ളൊരു വേർതിരിവ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, വേർതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് ഈ ഭരണഘടനയുടെ സങ്കല്പത്തിൽ നിന്ന് വിരുദ്ധമായിരുന്നു. പക്ഷെ അത് കൊണ്ടുവന്നു. അത് വലിയൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. അതിപ്പം രാജ്യം മുഴുവൻ നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഈ സർക്കാർ. ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ നമ്മൾക്കെല്ലാവർക്കും ലോക്കലായിട്ട് ഒരു ഓഫീസ് കാണും, സിറ്റിസൺസ് രജിസ്ട്രിയുടെ ഓഫീസ് കാണും, അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ കാണും. അവിടെ പോയി നമുക്ക് അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എവിഡൻസ് തെളിവ് കൊടുക്കണം, ഞാൻ ഇന്ത്യൻ സിറ്റിസണാണ്. ഞാൻ 53-ലാണ് ജനിച്ചത്. എൻ്റെ അമ്മ ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലാണ് ജനിച്ചത്. പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ അവിടെ ജനിച്ചു എന്ന് എനിക്കൊരു തെളിവില്ല, യാതൊരു തെളിവില്ല. അപ്പം എൻ്റെ അടുത്ത് ഞാൻ എവിടെ ജനിച്ചു, ഇന്ത്യയിൽ ജനിച്ചു എന്ന് തെളിവ് തരുമെന്ന് പറയാൻ എൻ്റെ കയ്യിൽ പാസ്പോർട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ അത് പ്രൈമറി തെളിവല്ല. അതിൽ പറയുന്നത് ഇത് ജനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, പക്ഷേ അത് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പം എന്നെപ്പോലത്തെ ഒരാൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, ഒരു തെളിവുമില്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ, ഈ ഓഫീസറിന് മുമ്പിൽ എന്ത് തെളിവ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും? ഞാനിത് വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ തിരുവിതാംകൂറിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. എൻ്റെ അച്ഛൻ കേരള പോലീസിൻ്റെ മേധാവിയായിരുന്നു. എൻ്റെ അമ്മ ഡോക്ടറായിരുന്നു. പക്ഷെ എനിക്ക് തെളിവില്ല. ഞാൻ ഞാൻ തിരുവനന്തപുരത്താണ് ജനിച്ചത്, ഒരു ആശുപത്രിയിലാണ് ജനിച്ചത്. പക്ഷെ ആശുപത്രിയിലോ എൻ്റെ കയ്യിലോ ഒരു തെളിവുമില്ല. ഈ CAA 2014 വരെ, ഇതിന് മുമ്പ്
അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാനിൽ നിന്നും ഇവിടെ വന്ന ആൾക്കാരുടെ ഇടയിൽ അവർക്ക് മുസ്ലിംസിനെ ഒഴിവാക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. അത് ഞാൻ അതിലേക്ക് വരാം. അത് ഈ രാജ്യത്തിൻ്റെ സ്വഭാവത്തിനെ മാറ്റുകയാണ്. പക്ഷെ NRC, അപ്പം CA എന്ത് ചെയ്യുന്നു? ഈ രാജ്യത്തിൻ്റെ സ്വഭാവം മാറ്റുന്നു. NRC എന്ത് ചെയ്യുന്നു? NRC നമ്മളുടെ എല്ലാവരുടെയും പൗരത്വത്തിനെ ചോദ്യം ചെയ്യുന്നു. ഇത് ചരിത്രത്തിൽ ഒരൊറ്റ രാഷ്ട്രത്തിൽ ഉണ്ടായിട്ടില്ല. മുഴുവൻ രാഷ്ട്രത്തിൻ്റെ എല്ലാ വ്യക്തികളുടെയും പൗരത്വത്തിനെ തെളിയിക്കാൻ ഡിമാൻഡ് ചെയ്യാണ്. ഒരു ബർത്ത് രജിസ്ട്രേഷൻ സിസ്റ്റം, ഡെത്ത് രജിസ്ട്രേഷൻ സിസ്റ്റം ഒന്നും ഇഫക്റ്റീവായിട്ട് പലയിടത്തും ഇല്ലാത്തൊരു രാജ്യമാണ്. ഇങ്ങനത്തെ തെളിവ് പ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക്, രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് എന്താണ്? ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാനിൽ നിന്നും വന്ന ഒരു ഹിന്ദു ആണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ ഒരു പ്രക്രിയ ഈ CAയിൽ കൂടെ കൊണ്ടുവരുന്നു. മുസ്ലിംസിന് അത് കൊടുക്കുന്നില്ല. അപ്പം അതിൽ തന്നെ നമുക്ക് ഈ വിവേചനം കാണാം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഈ രാഷ്ട്രം, നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ സങ്കല്പിക്കുന്ന ഈ രാഷ്ട്രം ജാതി മതഭേദമില്ലാതെ എല്ലാവർക്കും സമത്വവും സ്വാതന്ത്ര്യവും സ്വാഭിമാനവും ഗ്യാരണ്ടി ചെയ്യുന്ന രാഷ്ട്രമാണ്. നമുക്ക് വേണ്ടത് ഒരു നേതാവിൻ്റെയും ഗ്യാരണ്ടി അല്ല, നമുക്ക് വേണ്ടത് ഭരണഘടനയുടെ ഗ്യാരണ്ടിയാണ്. ഭരണഘടനയുടെ പ്രിയാമ്പിളിലുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്. അതിനെന്താണ് ആ ഗ്യാരണ്ടി? സമത്വം, സ്വാതന്ത്ര്യം, സ്വാഭിമാനം, സാഹോദര്യം, സെക്യുലറിസം, സോഷ്യലിസം, ഡെമോക്രസി. ഈ ഗ്യാരണ്ടിയാണ്. ഈ ഗ്യാരണ്ടി നിലനിൽക്കാതെ മറ്റൊരു ഗ്യാരണ്ടിയും നിലനിൽക്കില്ല. ഈ ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത്. ഈ ഗ്യാരണ്ടി അനുസരിച്ച് മതത്തിൻ്റെ പേരിൽ ഇവിടെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ തമ്മിൽ വിവേചനം ചെയ്യുന്നത് ഈ ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമാണ്. മതവും ഇല്ലീഗൽ മൈഗ്രൻറ്റിൻ്റെ റൈറ്റ് ടു ലിവ് ഇൻ ഇന്ത്യ, ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഞാൻ മറ്റൊരു ഓഡിയൻസിനോട് സംസാരിക്കുമ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അവിടെ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. അതിൽ വർക്ക് ചെയ്ത ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരിക്കും. അതിലൊരാൾ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോഴത്തെ താലിബാൻ സർക്കാർ അയാളെ കൊല്ലണം എന്നവർ തീരുമാനിച്ചു. അയാൾ കൊല്ലാൻ ശ്രമിച്ചു. അയാൾ ഈ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിലേക്ക് വരുന്നു, അഭയം തേടി. 2014 മുമ്പ് വന്നു. ഇതൊരു ആക്ച്വൽ കേസല്ല, ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്. ഇവിടെ വന്നാൽ അയാൾ പീഡിക്കപ്പെട്ടത് മുസ്ലിം ആയതുകൊണ്ടല്ല, അയാൾ പീഡിക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ്. പീഡനത്തിന് ജാതിയും മതവും ഒന്നുമില്ല. പീഡിപ്പിക്കുന്ന ആൾ പീഡിപ്പിക്കപ്പെടുന്നു. അയാൾ ഇവിടെ വരുമ്പോൾ അയാൾ മുസ്ലിം ആയതുകൊണ്ട്, ഒരു ഹിന്ദു കമ്മ്യൂണിസ്റ്റും ഒരു മുസ്ലിം കമ്മ്യൂണിസ്റ്റും ഇവിടെ വന്നു എന്നിരിക്കട്ടെ, ആ ഹിന്ദു കമ്മ്യൂണിസ്റ്റിനെ ഇവിടെ നമ്മൾ അഭയം കൊടുക്കുന്നു. മുസ്ലിം കമ്മ്യൂണിസ്റ്റിന് പറയുന്നു നിങ്ങൾക്ക് അഭയം കിട്ടില്ല, നിങ്ങൾ നോർമൽ പ്രോസസ്സിലൂടെ പോകണം, കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ ഈ ഹിന്ദു കമ്മ്യൂണിസ്റ്റ് അഫ്ഗാൻ ലീഡറിന് നമ്മൾ ഒരേ പീഡനം, രണ്ടാൾക്കാർ ഒരേ പീഡനം, മതത്തിൻ്റെ പേരിലുള്ള പീഡനമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പീഡനത്തിനെയാണ്, മതത്തിനെ അല്ല. എന്തിൻ്റെ പേരിലായാലും പീഡിക്കപ്പെട്ട ആൾക്കാർക്കാണ് ഇൻ്റർനാഷണൽ ലോയിൽ, അന്താരാഷ്ട്രീയ ലോയിൽ ഒരു റൈറ്റ് ഉള്ളത്. മതവും ഈ
ഈ മൈഗ്രേഷൻ സ്റ്റേറ്റസും റെഫ്യൂജി സ്റ്റേറ്റസും തമ്മിൽ ഇൻ്റർനാഷണൽ ലോ ഒരു ബന്ധവും കാണുന്നില്ല. മതത്തിൻ്റെ പേരിൽ പീഡനമാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പീഡനമാണെങ്കിലും പീഡനമാണ്. പീഡനത്തിൽ നിന്ന് വരുമ്പോൾ ഈ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും സ്വാഭിമാനവും സെക്യുലറിസവും ഗ്യാരണ്ടി ചെയ്യുന്ന ഈ രാഷ്ട്രത്തിൽ ആര് വന്നാലും അവർക്ക് ജാതി മത ഭേദമില്ലാതെ അഭയം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. CAA അതിനെ നിഷേധിക്കുന്നു. നമ്മൾക്ക് ഈ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുസിന് അഭയം കൊടുക്കരുത് എന്ന് ഒരിക്കലും നമ്മൾ ആരും പറയില്ല. ഈ 6 മതങ്ങളിൽപ്പെട്ട ആൾക്കാർ, പീഡനം അനുഭവിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അഭയം കൊടുക്കണം. പക്ഷേ ജാതി മതഭേദമില്ലാതെ പീഡനം അനുഭവിക്കുന്ന എല്ലാവർക്കും അഭയം കൊടുക്കണം. അതാണ് ഇന്ത്യ, അതാണ് നമ്മുടെ ഭരണഘടനയുടെ ഗ്യാരണ്ടി. അപ്പൊ ഇതിലൂടെ നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വഭാവം മാറ്റുകയാണ്. എങ്ങനെ മാറ്റുകയാണ്? ബേസിക്കലി നമ്മുടെ ഇവിടെ രാഷ്ട്രത്തിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുകയാണ്. സെക്യുലർ രാഷ്ട്രത്തിൽ നിന്നും മതരാഷ്ട്രമായി മാറ്റുകയാണ്. ചില മതങ്ങൾക്ക് പ്രിവിലേജും ചില മതങ്ങൾക്ക് ഡിസഡ്വാൻറ്റേജും ഉണ്ടാക്കുകയാണ്. മത ഐഡന്റിറ്റിയെ, മതസ്വത്വത്തിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആക്കുക. അതായിരുന്നല്ലോ പഴയ ഇവിടുത്തെ സംവിധാനം. ചാതുർവർണ്ണ്യ സംവിധാനത്തിൽ മതവും വർണ്ണവും ആണ് നമ്മളുടെ അധികാരങ്ങളെ നിർണയിച്ചിരുന്നത്, അല്ലാതെ നമ്മുടെ മനുഷ്യത്വമല്ല. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു രാഷ്ട്രമുണ്ടാക്കാനാണ് ബാബാ സാഹേബ് അംബേദ്കർ ശ്രമിച്ചത്. ഈ ഭരണഘടനയുടെ സങ്കല്പത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം ഒരു മൾട്ടി കൾച്ചറൽ, പ്ലൂറലിസ്റ്റിക്, ഡൈവേഴ്സ്, മൾട്ടി റിലീജിയസ്, ഡെമോക്രാറ്റിക് സൊസൈറ്റി ആയിട്ടാണ്. അതിനെയാണ് ഈ CAA അമെൻമെൻറ്റ് അറ്റാക്ക് ചെയ്യുന്നത്. ഈ അറ്റാക്ക് വെറും ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിംസിനെതിരെ അല്ല, ഈ രാഷ്ട്രത്തിനെതിരെയുള്ള അറ്റാക്കാണ്. ഈ രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിനെതിരെയുള്ള അറ്റാക്കാണ്. ഇതിൻ്റെ സെക്യുലറിസത്തിനെതിരെയും ഇതിൻ്റെ ഡൈവേഴ്സിറ്റിക്കെതിരെയും ഇതിൻ്റെ പ്ലൂറാലിറ്റിക്കും എതിരെയുള്ള ഒരു അറ്റാക്കാണ്. അത് നമ്മൾ കാണുന്നത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കഴിഞ്ഞ് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഓളിഗാർക്കി എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരുടെ ഭരണം. ആ ഓളിഗാർക്കിയുടെ അധികാരം നിലനിർത്താൻ വേണ്ടി മതത്തിന് ഉപയോഗിച്ച് ഒരു ഹിന്ദു രാഷ്ട്രമുണ്ടാക്കി അവർക്ക് അധികാരം നിലനിർത്താൻ വേണ്ടി ഉള്ളൊരു ശ്രമമാണ് നമ്മൾ കുറേ വർഷമായി കാണുന്നത്. ഇതിൻ്റെ ഭാഗമാണ് ഈ ചില മതങ്ങൾക്ക് പ്രിവിലേജ് കൊടുക്കുകയും ചില മതങ്ങളിലെ ആ പ്രിവിലേജ് ഡിനൈ ചെയ്യുകയും ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ ഒരു മതരാഷ്ട്രത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. ഈ മതരാഷ്ട്രത്തിനെ സൃഷ്ടിക്കുന്നത് ഏത് ഫോഴ്സാണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് ഹിന്ദു മതത്തിൻ്റെ പേരിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ 1925 ശ്രീനാരായണ ഗുരു RSSന്റെ ഉദ്ഘാടനത്തിൻ്റെ 11ാം ദിവസം കേരള കൗമുദിയിൽ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു, ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം നാരായണ ഗുരു ഇങ്ങനൊരു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞൊരു മതത്തിൻ്റെ പേരിലാണ് ഒരു രാഷ്ട്രമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്നാണ് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നാരായണ ഗുരു പറഞ്ഞു, ഹിന്ദു എന്ന് വെച്ചാൽ ഒരു മതമല്ല, 11
മതങ്ങളുടെ പൊതുപ്പേരാണെന്ന് പറഞ്ഞു. ആ 11 മതങ്ങളും ആര്യൻ ബ്രാഹ്മണിക മതങ്ങളാണ്. ആ മതങ്ങളുടെ പൊതുപ്പേരാണ്. പക്ഷെ മറ്റ് മതങ്ങൾ ആ പൊതുപ്പേര് സെമൈറ്റിക് എന്ന് പറയുന്നത് ജൂയിഷ്, ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങളുടെ പൊതുപ്പേരാണ്. പക്ഷേ സെമൈറ്റിക് ഒരു മതമല്ല. ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ജൂയിഷ് റിലിജനിൽ പെട്ടവർക്ക് മാത്രമേ ഞാൻ സെമൈറ്റിക് ഗ്രൂപ്പിൽ പെട്ട മതമാണ് എൻ്റെ മതം എന്ന് പറയാൻ ഒക്കുള്ളൂ. അങ്ങനെയാണ് നാരായണ ഗുരു പറയുന്നത്. ഈ 11 മതങ്ങൾ ഇതിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഹിന്ദു ഗ്രൂപ്പിൽ പെട്ട, ഈ ഹിന്ദു ഗ്രൂപ്പ് റിലിജൻസിൽ പെട്ട ഒരു മതത്തിൻ്റെ അംഗമാണെന്ന് പറയാൻ ഒക്കുള്ളൂ. ആ 11 മതങ്ങൾ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് പൗരാണിക മതം, വൈദിക മതം, ശൈവ മതം, വൈഷ്ണവ മതം, ദ്വൈത മതം, അദ്വൈത മതം, വിശിഷ്ട അദ്വൈത മതം, സാക്തേയ മതം, വൈശേഷിക മതം, മീമാംസ മതം, സാഖ്യമതം. അങ്ങനെ 11 മതങ്ങളെ അദ്ദേഹം ലിസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഈ 11 മതങ്ങളുടെയും പൊതുപ്പേരാണ് ഹിന്ദു. പക്ഷെ ഹിന്ദു ഒരു മതമല്ല എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു. ഈ 1950 വരെ ഹിന്ദു എന്ന് പറഞ്ഞാൽ ആദ്യം ഗുരു തന്നെ പറഞ്ഞു, ആദ്യം പുറത്തുള്ള ആൾക്കാര് ഈ രാജ്യത്തെ ജനങ്ങളെ വിവരിക്കാൻ ഉപയോഗിച്ച ഒരു വാക്കാണ് ഹിന്ദു. പിന്നെ പതുക്കെ അത് ഈ 11 മതങ്ങളുടെ പൊതുപ്പേരായി. 1950കളിൽ പോലും ഈ ഹിന്ദു എന്ന് വെച്ചാൽ വെറും സവർണ ഹിന്ദുക്കളെ മാത്രമാണ് ഹിന്ദു എന്ന് പറഞ്ഞിരുന്നത്. കാസ്റ്റ് ഹിന്ദു എന്ന് വെച്ചാൽ സവർണ ഹിന്ദുക്കൾ. ബാക്കിയുള്ളവർ ഔട്ട് കാസ്റ്റ് ആയിരുന്നു, ഔട്ട് ഓഫ് കാസ്റ്റ്, ജാതി ഇല്ലാത്തവർ, ജാതിക്ക് പുറത്തുള്ളവർ, ഹിന്ദു അല്ലാത്തവർ. ഹിന്ദു എന്ന് വെച്ചാൽ അപ്പർ കാസ്റ്റ് മാത്രമായിരുന്നു. 53-ൽ ജനിച്ച ഞാൻ ആ സമയത്ത് ഹിന്ദു അല്ലായിരുന്നു. ഹിന്ദു ആകാൻ തുടങ്ങുകയായിരുന്നു, പക്ഷെ ഹിന്ദു അല്ലായിരുന്നു. അന്ന് പ്രധാനം സമുദായമായിരുന്നു. ഞാൻ ഈഴവ സമുദായത്തിൽ ജനിച്ചു. അപ്പം ഞാൻ ആ സമുദായത്തിൻ്റെ അംഗമാണ്, അല്ലാതെ ഹിന്ദു ആണെന്നുള്ളൊരു സ്വത്വം അന്ന് ശക്തമല്ലായിരുന്നു. നമുക്ക് അതിനെ ഉപയോഗിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഇതൊരു പുതിയ സങ്കല്പമാണ്. ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ എങ്ങനെ ഹിന്ദുവായി? 53-ൽ ജനിച്ച ആൾ, ഞാൻ കൺവേർട്ട് ചെയ്തിട്ടില്ല. ഞാൻ അച്ഛനും അമ്മയും ഞാൻ ഒരു മതത്തിനെയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, കൺവേർട്ട് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സുഹൃത്തുക്കളുടെയും ഗുരുക്കന്മാരുടെയും നിന്നൊക്കെ പഠിക്കുന്ന ആധ്യാത്മികതയിൽ ഞാൻ വളർന്നു. കൺവേർട്ട് ചെയ്യാത്ത എൻ്റെ അമ്മയുടെ അമ്മ ഒരു പള്ളിയിലാണ് ബറി ചെയ്തിരിക്കുന്നത്, ക്രിസ്ത്യൻ പള്ളിയിലാണ് ബറി ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ മരിക്കുന്നതിന് പറഞ്ഞു, എനിക്ക് ക്രിസ്ത്യൻ പള്ളിയിൽ എന്നെ ബറി ചെയ്യണമെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും കൊണ്ട് അവിടെ ബറി ചെയ്തു. ഞങ്ങളെപ്പോഴും അവിടെ പോവും, സർവീസിന് പോവും, ഞങ്ങൾ മോസ്കിൽ പോകും, ഞങ്ങൾ പള്ളിയിൽ പോകും, ഗുരുദ്വാരയിൽ പോകും, എല്ലാ അമ്പലങ്ങളിലും പോകും. അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളരുന്നത്. പിന്നെ ഞാൻ ഹിന്ദു എങ്ങനെയായി? ആരെന്നെ ഹിന്ദു ആക്കി? ഞാൻ ഹിന്ദു ആയത് സെൻസസിലൂടെയാണ്, കോടതി വിധികളിലൂടെയാണ്. സെൻസസിലൂടെ ഞാൻ എങ്ങനെ ഹിന്ദുവായി? ഒരു നയം കൊണ്ടുവന്നു. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ്, പാർസി ഇതിൽ പെടാത്തവരെല്ലാം ഹിന്ദുക്കളാണെന്ന് പറഞ്ഞു. ഞങ്ങളോടൊന്നും ചോദിച്ചോ പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ ഹിന്ദു റിലിജൻ ആക്കി. ഒരു വശത്തൂടെ പറയുന്നു ഹിന്ദു ഒരു വേ ഓഫ് ലൈഫാണ്, റിലിജൻ അല്ല. പക്ഷെ ഈ 6 മതങ്ങളിൽ പെടാത്തവരെല്ലാം ഹിന്ദുക്കളാണെന്ന് ഒരു നയം തുടങ്ങി. ആ നയം കാരണം നമ്മളുടെ റിലിജനിൽ ചോദിക്കാൻ തുടങ്ങി, എല്ലായിടത്തും നമുക്ക് റിലിജൻ കൊടുക്കണ്ടേ. അപ്പോൾ ഗുരു പറഞ്ഞു, ഈ 11 മതങ്ങളുടെ പൊതുപ്പേരാണ്, പക്ഷേ ബാക്കിയുള്ള നമ്മൾ 80% ആൾക്കാർക്ക് പൊതുപ്പേരില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസങ്ങളേ ഉള്ളൂ, വളരെ തുറന്ന വിശ്വാസങ്ങളാണ്. എല്ലാ മതങ്ങളെ ആദരിക്കുന്നു, എല്ലായിടത്തും പോകുന്നു. ഞാൻ ഇന്നലെ മെലിഞ്ഞാന്ന് ഒരു 20-25 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ ഞാൻ ട്രിവാൻഡ്രത്ത് കണ്ടു. എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ
അമ്മ ക്രിസ്ത്യനാണ്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഈഴവനാണ്. ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വളർത്തിയത്? ഞങ്ങൾ പള്ളിയിലും പോവും, അമ്പലത്തിൽ പോവും, എല്ലായിടത്തും പോവും. എല്ലാത്തിനോട് റെസ്പെക്റ്റ് ഉണ്ട്, എല്ലാത്തിനോട് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ വളർന്നത്. പക്ഷെ അതിനെ ആദ്യം ഹിന്ദു എന്നൊരു ഐഡന്റിറ്റി തന്നു, ഹിന്ദു ആക്കി കഴിഞ്ഞിട്ട് കോടതികൾ 50കളിൽ വന്നു, സെൻസസിൽ ഹിന്ദു ആക്കി, കോടതികൾ വന്നു. കോടതികൾ പറയാൻ തുടങ്ങി ഹിന്ദു എന്ന് വെച്ചാൽ വളരെ തുറന്ന മതമാണ്, എല്ലാത്തിനും ഓപ്പൺ ആയിട്ടുള്ളൊരു മതമാണ്, ശരിയാണ് എന്ന് അവർ വിവരിക്കുന്നു. ഞാൻ ഹിന്ദുവാണ് ഞാൻ പറയുന്നില്ല. എൻ്റെ മതത്തിനെ കുറിച്ച് ഞാൻ കോടതിയിൽ നിന്നാണ് പഠിക്കുന്നത്, എൻ്റെ മതം എന്താണെന്ന്. സർക്കാരാണ് എന്നെ പഠിപ്പിക്കുന്നത് ഹിന്ദു എന്താണെന്ന്, സ്കൂളിലും ടെക്സ്റ്റ് ബുക്കിലും. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ഹിന്ദുവാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, ഹിന്ദു എന്താണെന്ന് പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനോടും ബഹുമാനമുണ്ട്. പക്ഷെ കോടതി വന്ന് പറയുന്നു ഹിന്ദു വളരെ തുറന്ന മതമാണ്, പക്ഷേ ഒരു ഹിന്ദു ആകണമെങ്കിൽ റെവറൻസ് ഫോർ വേദാസ് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പൊ പെട്ടെന്ന് എൻ്റെ മതസ്വത്വം ഹിന്ദുവായി. സെൻസസിൽ കോടതിയിലൂടെ എന്നോട് പറയുന്നു എനിക്ക് വേദത്തിലോട് റെഫറൻസ് ഉണ്ടെന്ന് എന്നോട് കോടതി പറയുകയാണ്. അത് പിന്നെ ഒരു എക്സ്ക്ലൂസീവ് റെഫറൻസായി, മറ്റുള്ളവരെ ഒഴിവാക്കുന്ന റെഫറൻസായി മാറുന്നു. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ എല്ലാ മതങ്ങളോടും തുറന്ന് ഒരു ഭാവമുള്ള ഒരു ആധ്യാത്മിക സമീപനത്തിന് ഹിന്ദു എന്ന് പറയരുത്, പറയേണ്ടത് മറ്റൊരു പൊതുപ്പേരില്ല, പക്ഷേ ആരെയും പുറന്തള്ളാത്ത ഒരു പൊതുപ്പേര് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഈ ഹിന്ദു എന്നുള്ള പൊതുപ്പേര് ഉപയോഗിച്ചാൽ ഈ 11 മതങ്ങളല്ലാതെ മറ്റെല്ലാ മതങ്ങളെയും പുറന്തള്ളേണ്ടി വരും. അങ്ങനത്തെ പൊതുപ്പേര് ഉപയോഗിക്കരുത്. നിങ്ങൾ ഒരു മതത്തിനെയും പുറന്തള്ളാത്ത ആധ്യാത്മികതയാണ് നിങ്ങളുടെ ആധ്യാത്മികത. അതിന് പറ്റിയ ഒരു പൊതുപ്പേര് നിങ്ങൾ ഉപയോഗിക്കണം. ഗുരു പറഞ്ഞു മാനവധർമ്മം, മനുഷ്യന്റെ ധർമ്മം. മിസ്റ്റർ സുദേശും ഞങ്ങളൊക്കെ കൂടെ, മിസ്റ്റർ ബാൻശ്രീ ഞങ്ങളൊക്കെ കൂടെ ഈ മാനവധർമ്മത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന, ഈ കോൺസെപ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾ. മാനവധർമ്മം ഒരു മതമല്ല, ആധ്യാത്മികതയോടുള്ള ഒരു സമീപനമാണ് ഗുരു പറഞ്ഞത്. എല്ലാ മതങ്ങളെയും ത്യാജ്യഗ്രാഹ്യ വിവേചനത്തോടുകൂടി പഠിച്ച് അതിൽ കാണുന്ന നന്മ ഉൾക്കൊണ്ട് സ്നേഹപൂർവം പങ്കുവെച്ച് മതദ്വേഷമില്ലാതെ സ്നേഹവും സൗഹാർദ്ദത്തോടുകൂടി ഉള്ളൊരു സമീപനം. അതിൽ എല്ലാ മതങ്ങളിൽപ്പെട്ട ആൾക്കാർക്കും ഇടമുണ്ട്, ഒരു മതത്തിനെയും പുറന്തള്ളുന്നില്ല. അതിൽ ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന വൈഷ്ണവർ, ശൈവർ, അവർക്കും ഇടമുണ്ട്, മുസ്ലിംസിനും ഇടമുണ്ട്, ക്രിസ്ത്യൻസിനും ഇടമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ വരണമെങ്കിൽ 2 പോയിന്റേ ഉള്ള, ഒരു മതത്തിനെയും ഈ പൊതുപ്പേരിൽ നിന്നും പുറന്തള്ളാൻ പാടില്ല. 1. 2, ഈ മതത്തിൻ്റെ വിശ്വാസം വ്യക്തികൾ തീരുമാനിക്കണം. എൻ്റെ മതം ഏതാണ്? ഇപ്പൊ ഗുരു പറഞ്ഞു ഏതെങ്കിലും മതത്തിൽ വിശ്വാസം വന്നാൽ മറ്റൊരു മതത്തിലാണ് നിൽക്കണമെങ്കിൽ മതം മാറണമെന്ന് ഗുരു പറഞ്ഞു. ആ വിശ്വാസം, വ്യക്തിയുടെ വിശ്വാസമാണ് നിർണയിക്കേണ്ടത് മതം, അല്ലാതെ മറ്റൊന്നുമല്ല. ആ വിശ്വാസം കാരണം, ജാതിയുടെ മതത്തിൻ്റെ പേരിലുള്ള വ്യത്യാസം കാരണം ആരും അപരരാകരുത് എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പൊ ഇതാണ് ഈ രാജ്യത്തിൻ്റെ 80-85% ജനതയുടെ, നമുക്ക് ഹിന്ദുക്കൾ എന്നും പറയാം, മാനവധർമ്മർ എന്നും പറയാം, ഗുരുവിൻ്റെ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ. മാനവധർമ്മം എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ആധ്യാത്മിക സമീപനം. അതിൻ്റെ ഉള്ളിൽ ഓരോരുത്തർക്കും വ്യത്യസ്ത സ്വമതങ്ങളുണ്ട്. പക്ഷെ ഇതിനെ മാറ്റി ഈ 11 മതങ്ങളും ആര്യ ബ്രാഹ്മണൻ മതങ്ങളാണ്. അതിൽ വളരെ ശക്തമായിട്ടുള്ള വൈവിധ്യങ്ങളുണ്ട്, പരസ്പര വൈവിധ്യങ്ങളുണ്ട്.
സാമാന്യതകളുമുണ്ട്. ആ പൊതുപ്പേരിനെ ഉപയോഗിച്ച് നമ്മൾ എല്ലാവരും ഹിന്ദുക്കളായി. ഇപ്പം ഞാൻ കൺവേർട്ട് ചെയ്യാതെ, ആരും എന്നോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ, ഒരു മനുഷ്യനായി ജനിച്ച ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ തന്നെ എന്നെ ഹിന്ദുവാക്കി. സർക്കാർ എന്നെ ഹിന്ദുവാക്കി. ത്രൂ സെൻസസ് ആൻഡ് ത്രൂ കോർട്ട്. ഇപ്പോൾ CAA ഉപയോഗിക്കുകയാണ് ഈ ഹിന്ദു ഐഡൻറ്റിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യാൻ, സോളിഡിഫൈ ചെയ്യാൻ. ഹിന്ദു ആകുന്നതിൽ ഒരു പ്രിവിലേജ് കൊടുത്ത് അതിനും ഒരു മീനിങ്ങും ഒരു സ്കോപ്പും ഉണ്ടാക്കി ഒരു മതത്തിൻ്റെ ക്രിയേഷനാണ് നമ്മൾ നിർമ്മാണമാണ് നമ്മളിപ്പോൾ വിറ്റ്നസ് ചെയ്യുന്നത് ഹിസ്റ്ററിയിൽ. മതത്തിൻ്റെ നിർമ്മാണം. സാധാരണ മതമുണ്ടാകുന്നു പ്രവാചകനിൽ നിന്നുണ്ടാകുന്നു, ഒരു ഹോളി ബുക്കിൽ നിന്നുണ്ടാകുന്നു, അല്ലെങ്കിൽ വ്യക്തിയുടെ ആധ്യാത്മികതയിൽ നിന്നുണ്ടാകുന്നു, സമുദായങ്ങളുടെ ആധ്യാത്മികതയിൽ നിന്നുണ്ടാകുന്നു. അതിനെ സർക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു കൂട്ടം ആൾക്കാർ സർക്കാരിലൂടെ, ഇതിൽ ബ്രിട്ടീഷ് സർക്കാരിനും പങ്കുണ്ട്, സർക്കാരിലൂടെ ഒരു മതം നിർമ്മിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇത്. അപ്പം ഞാൻ ഇത് വിശദമായി പറയുന്നത്, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഈ ഹിന്ദുത്വ പ്രസ്ഥാനത്തിന് കൂടെ നിൽക്കുന്നത് വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ പലയിടത്തും പറയുന്നു, ഈ കഴിഞ്ഞ ഇലക്ഷനിൽ BJPക്ക് കിട്ടിയ ടോട്ടൽ വോട്ട്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ രാജ്യത്തെ ഇന്നത്തെ ജനസംഖ്യ, ടോട്ടൽ പോപ്പുലേഷൻ, അതിൻ്റെ ഒരു 15% ഉള്ളൂ. ഈ രാജ്യത്തെ സവർണർ നമുക്കറിയില്ല, സെൻസസ് എടുക്കാത്തതുകൊണ്ട് നമുക്കറിയില്ല. ഈ രാജ്യത്തെ സവർണർ ഒരു 10-15% ഉള്ളൂ. അപ്പൊ നമ്മൾ കാണുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാരെല്ലാവരും ഹിന്ദുത്വത്തിൽ ചേർന്ന് ന്യൂനപക്ഷത്തിൻ്റെ എതിരെ ഒരു വലിയ വിദ്വേഷം ഉണ്ടാക്കുന്നതല്ല നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്നത് ഒരു വലിയ തോതിലുള്ള സവർണ കൺസോളിഡേഷനാണ്. അവരുടെ ഭരണം ഉപയോഗിച്ച് ഈ ജനാധിപത്യത്തിനെ തകർത്ത് അവരുടെ ഭരണം നിലനിർത്താൻ വേണ്ടി അവർ എല്ലാവരും കൂടെ ഒന്നിച്ചു വന്നിരിക്കും. അപവാദങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ വലിയ തോതിൽ അവർ ഒന്നിച്ചു വന്നു. അതാണ് ഇവിടെ പുതിയതായിട്ട് ഇവിടെ നടക്കുക. CAA അതിൻ്റെ ഭാഗമാണ്, NRC അതിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ഇന്ന് വരെ ഇത്രയും വലിയൊരു സവർണ കൺസോളിഡേഷൻ ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷങ്ങളായി സവർണരുടെ പോപ്പുലേഷൻ കുറേ പൊളിറ്റിക്കലി, കുറേ കോൺഗ്രസിൻ്റെ കൂടെ, കുറേ ജനസംഘിൻ്റെ കൂടെ, കുറേ കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ, കുറേ മറ്റ് റീജിയണൽ പാർട്ടീസിലൂടെ, എന്തിന് BSPയിലും ഉണ്ടായിരുന്നു മിശ്ര എന്നൊക്കെ പറഞ്ഞ സവർണർ. ഒരു ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 8-10 വർഷത്തിൽ നമ്മൾ കാണുന്നത് ഈ ബാക്കി ഫോർമേഷൻസിനൊക്കെ വിട്ടിട്ട് വലിയ തോതിൽ സവർണർ, കേരളത്തിൽ ഉൾപ്പെടെ എല്ലാവരും കൺസോളിഡേറ്റ് ചെയ്യാണ്. എന്നിട്ട് അവർ പറയാണ്, ഇവിടുത്തെ പിന്നോക്കർ, ഇവിടുത്തെ ദളിത്സ് എല്ലാവരും ഹിന്ദുത്വത്തിൻ്റെ പുറയാണ്, മുസ്ലിംസിന് എതിരെയാണ്, ക്രിസ്ത്യൻസിനെതിരെയാണ് എന്നൊക്കെ പറയുന്നു. അതിന് ഒരു എവിഡൻസ് ഞാൻ കാണുന്നില്ല. ഈ നമ്പേഴ്സാണ്. അലയൻസസിലൂടെ അവർ സപ്പോർട്ട് ചെയ്യുന്നു, അവർ മറ്റ് ഗ്രൂപ്പ്സിൻ്റെ സപ്പോർട്ട് എടുക്കുന്നു. പക്ഷെ അലയൻസ് എന്തുകൊണ്ടാണ് അവർക്ക് അനിവാര്യമാകുന്നത്? അവരുടെ പാർട്ടിയിൽ അവരെ ഉൾപ്പെടുത്താൻ ഒക്കാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു BDJS ഉള്ളത്? ഈഴവർ അവരുടെ കൂടെ പോകാത്തത് കൊണ്ടാണ്. പക്ഷെ അവരുമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് ഈഴവർ BDJSൻ്റെ കൂടെയും പോകുന്നില്ല. അതുപോലെ ബീഹാറിലും UPയിലും എവിടെയും എല്ലായിടത്തും നമ്മൾ കാണുന്നത് കൊച്ചും വലുതുമായിട്ടുള്ള പിന്നോക്ക ദളിത് സമുദായങ്ങളെ അവർക്ക് കൂടെ കൊണ്ടുപോകാൻ ഒക്കാത്തത് കൊണ്ട് അലയൻസസ് ഉണ്ടാക്കുകയാണ്. അപ്പം അതിൽ നിന്നും നമ്മൾ അസസ് ചെയ്യണം. നമുക്ക് ഹോപ്പ്, നമ്മുടെ ആശ വരുന്നത്, നമ്മുടെ ഹോപ്പ് വരുന്നത് ഇതിൽ നിന്നാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരായ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾ
ന്യൂനപക്ഷങ്ങളുടെ കൂടെയാണ്. അവരൊരിക്കലും ന്യൂനപക്ഷങ്ങളെ കൈവിടുകയില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു മനുഷ്യത്വരഹിത നയങ്ങൾ ഉണ്ടാക്കി ഒരു ഹിന്ദു രാഷ്ട്രമെന്ന പേരിൽ ഒരു ഏകാധിപത്യ സവർണ രാഷ്ട്രം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അത് ഉണ്ടായാൽ അത് നിലനിൽക്കില്ല. കാരണം ഇവരുടെ ആധ്യാത്മികത വളരെ തുറന്നുള്ള ഒരു ആധ്യാത്മികതയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ആധ്യാത്മികതയാണ്, ഗുരു പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമ്മൾ നിരാശരാകരുത്. ഈ CAA വരണം, നമ്മൾ നേരിടണം. CAAയുടെ മെയിൻ പോയിന്റ് എന്താണ്? CAAയുടെ മെയിൻ പോയിന്റ് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാനിൽ നിന്നും ഇവിടെ താമസിക്കുന്ന 2014 മുമ്പ് വന്ന് ഇവിടെ താമസിക്കുന്ന ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ എതിരെയുള്ള ഒരു അറ്റാക്കാണ്. പക്ഷെ അതിൻ്റെ ഉദ്ദേശം അതേ സിറ്റുവേഷനിലുള്ള ഹിന്ദുസിനെ ഹെൽപ്പ് ചെയ്യാനും കൂടിയാണ്. ഈ ഗ്രൂപ്പിനെ നമ്മൾ സഹായിക്കണം. അവരെ കൈവിടരുത്. അതിൽ ജെനുവിനായിട്ടുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും നമ്മൾ ഇൻ്റർനാഷണൽ ലോ അനുസരിച്ചും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്വഭാവം അനുസരിച്ചും നമ്മൾ അവർക്ക് അഭയം കൊടുക്കണം. NRC എന്ന് പറഞ്ഞ എല്ലാ പൗരനും ഒരു ബേസിസുമില്ലാതെ നമ്മളുടെ സിറ്റിസൺഷിപ്പിനെ കാറ്റഗറിയെ മാറ്റാണ്, ഡൗട്ട്ഫുൾ സിറ്റിസൺഷിപ്പ് ആക്കി. നമ്മുടെ സിറ്റിസൺഷിപ്പ് കാറ്റഗറി മാറ്റുകയാണ്, ഫ്രം സിറ്റിസൺ ടു ഡൗട്ട്ഫുൾ സിറ്റിസൺ അൺടിൽ പ്രൂവ്ഡ് ദാറ്റ് യു ഹാവ് സിറ്റിസൺഷിപ്പ്. ആ കാറ്റഗറി മാറ്റാണ്. അതിനെ ഈ രാജ്യത്തെ എല്ലാവരും ഒന്നിച്ചു നിന്ന് അതിനെ റെസിസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. നമ്മൾ ഇന്ത്യൻ അല്ല, നമ്മൾ ഒരു ഫോറിനറാണ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ഒരാളാണ് എന്ന് ഏതെങ്കിലും തെളിവ് സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിയമം അനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് അവർക്ക് നിയമം പറയുന്ന നടപടികൾ അവർക്ക് ചെയ്യാൻ ഒക്കും, ഓൾറെഡി ഒക്കും, അത് ചെയ്യണം. പക്ഷേ ഒരു അടിസ്ഥാനവുമില്ലാതെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ പൗരനെയും നിങ്ങൾ പൗരനാണെന്ന് സ്ഥിരീകരിക്കണം എന്ന് പറയാൻ ഒരു ഡിമാൻഡ് ഈ ലോക ചരിത്രത്തിൽ എൻ്റെ അറിവിൽ എവിടെയും ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ ഒരു എൻറ്റയർ സിറ്റിസൺറിയെ ഡിസെസ്റ്റാബ്ലിഷ് ചെയ്യാണ്. എൻറ്റയർ സിറ്റിസൺറി 150 കോടി ആൾക്കാരെ അവരുടെ സ്റ്റെബിലിറ്റി ഓഫ് സിറ്റിസൺഷിപ്പ് എടുത്ത് കളയാണ്. അതിനെ നമ്മൾ എല്ലാവരും സമാധാനപരമായി സമബുദ്ധിയും സമഭാവത്തോടുകൂടിയും നമ്മൾ പരസ്പരം എല്ലാവരെയും മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ ഇവിടെ പോരാടുന്നത്. ഒരു കൂട്ടം ആൾക്കാർക്കല്ല, ഒരു വിഭാഗത്തിനല്ല, പക്ഷേ ഈ രാഷ്ട്രത്തിന് വേണ്ടിയാണ്. ഈ രാഷ്ട്രത്തിൻ്റെ മൗലികമായ സ്വഭാവത്തിന് വേണ്ടിയാണ്. സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം, സ്വാഭിമാനം എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും കിട്ടേണ്ടതാണ്. എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മളെല്ലാവരും ഇതിനെ ശരിക്കും മനസ്സിലാക്കി നമ്മൾ ഒന്നിച്ചു നിന്ന് നമ്മൾ ആളുകളെ ഈ പ്രശ്നത്തെക്കുറിച്ച് കുറേ കൂടെ ഒരു അറിവ് ഉണ്ടാകാനുള്ള ഒരു അവസരം കൊടുത്ത് ഒരു പൊതുബോധം സൃഷ്ടിച്ച് നമുക്കിതിനെ നേരിടണം. ഈ രാജ്യത്തെ സാധാരണക്കാരാണ് ഇങ്ങനത്തെ ഒരു രാഷ്ട്രം ഡോക്ടർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ ഭരണഘടനയിൽ പോരാടിയത്. ഇങ്ങനത്തെ സ്വഭാവമുള്ള ഒരു രാഷ്ട്രം ഉണ്ടാക്കിയത് ഇവിടുത്തെ സാധാരണക്കാരാണ്. എല്ലാ മതങ്ങളിലും എല്ലാ ജാതികളിലുമുള്ള സാധാരണക്കാരാണ്. അവരുടെ സ്വപ്നമാണ് ഈ രാഷ്ട്രം. ആ സ്വപ്നത്തിനെ നമ്മൾ എല്ലാവരും കൂടി കാത്തു രക്ഷിക്കും
എന്നെനിക്ക് യാതൊരു സംശയവുമില്ല. ഈ അവസരം എനിക്ക് തന്നതിന് ഒന്നുകൂടി ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും.